നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. പ്രൈമസ് ലാബ്സ്, മുൻപ് PADO എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ പ്രൈമസ് ലാബ്സ് എന്ന് പറയുന്നത് വെബ് 2 വെബ് 3 സിസ്റ്റങ്ങൾക്കിടയിൽ ഡേറ്റ ഇന്ററോപ്പറബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിച്ചിരുന്ന ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവർ ഓൾറെഡി 6.5 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. വാനക്, സാംസങ് നെക്സ്റ്റ്, ആൽക്കമി പോലുള്ള നല്ല നല്ല ഇൻവെസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബിൽഡിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റാർട്ട് ബിൽഡിംഗ് കൊടുക്കുക. ദെൻ ബിൽഡ് നൗ എന്ന് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണാം. ബിൽഡ് നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ദെൻ ന്യൂ ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ന്യൂ ടെംപ്ലേറ്റ്സ് കൊടുക്കുക. അപ്പം ഇവരുടെ പ്രൈമസിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനേബിൾ പ്രൈമസ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആഡ് ടു ക്രോം കൊടുക്കുക. ആഡ് ടു ക്രോം കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ക്രോം വെബ് സ്റ്റോറിലേക്ക് പോകും. ഇവിടെ ആഡ് ടു ക്രോം കൊടുത്ത് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. വെൽക്കം ടു പ്രൈമസ്, ഇതെല്ലാം നെക്സ്റ്റ് കൊടുക്കുക. ഡേറ്റ സോഴ്സ് നെക്സ്റ്റ് കൊടുക്കുക. അറ്റൻഷൻ അതെല്ലാം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം റെഫറൽ കോഡ് വഴി നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ റെഫറൽ കോഡ് വഴി തന്നെ നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കയറി ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ റെഫറൽ കോഡ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കണക്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണക്ട് വാലറ്റ് കൊടുക്കുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്തതിന് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡേറ്റ സോഴ്സ് എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് സാധിക്കും. ഡേറ്റ സോഴ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡേറ്റ സോഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് കുറേ അക്കൗണ്ട്സ് അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം തന്നെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെബ് 3 വാലറ്റ് ആണ്. വെബ് 3 വാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാമാസ്ക് തന്നെയാണ്. സോ നമ്മൾ ഓൾറെഡി മെറ്റാമാസ്ക് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ വാലറ്റ് അവിടെ അറ്റസ്റ്റ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇനി വേറെ വാലറ്റുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു മെറ്റാമാസ്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒന്നിലധികം വാലറ്റ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇനി അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ട്വിറ്റർ അക്കൗണ്ടാണ്. അപ്പോൾ രണ്ടാമത്തേത് ട്വിറ്റർ അക്കൗണ്ടാണ്. ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ കൊടുക്കുക. വെരിഫൈ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ട്വിറ്റർ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വെരിഫൈ ആയിക്കോളും. ഒരു 10-15 മിനിറ്റോളം ടൈം എടുക്കും ഏകദേശം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ദെൻ പിന്നെയും അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ 2 വട്ടം ചെയ്തിട്ട് റീഫ്രഷ് ചെയ്തൊന്ന് കൊടുത്തിരുന്നാൽ മതി, അത് അറ്റസ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ എക്സ് നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്റ്റ് ആയത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ കണക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ കണക്ഷൻസ് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതായത് നിങ്ങൾക്ക് എത്രത്തോളം സോഷ്യൽ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു നമ്പർ >1 >500 എന്നുള്ളതുണ്ട്. ഞാൻ >1 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 500 കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളും എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ദെൻ കൺഫേം കൊടുക്കുക. ഓക്കെ, അതും സെയിം ഇതുപോലെ തന്നെ ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടാസ്ക് നമ്മൾ വെരിഫിക്കേഷൻ ടാസ്ക് ചെയ്തപ്പോൾ ട്വിറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, സോഷ്യൽ കണക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം സോഷ്യൽ കണക്ഷൻസ് ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ സോഷ്യൽ കണക്ഷൻസ് വെരിഫൈ ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാം ടിക്ടോക്ക്, ബിനാൻസ്, OKX, ഗൂഗിൾ അക്കൗണ്ട്, ബിറ്റ്ഗെറ്റ്, അങ്ങനെ ഇതെല്ലാം തന്നെ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം.
അപ്പം അങ്ങനെ അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവൻറ്റ്സ് എന്നുള്ളൊരു ടാബ് കാണാം. ഇവൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഇവൻറ്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 ഇവൻറ്റ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫോളോ പ്രൈമസ്. അപ്പോൾ അവരുടെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഡിസ്കോഡിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ 2 ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ടിക്ക് മാർക്ക് വീഴുന്നതായിരിക്കും. ഇതേപോലെ എല്ലാ ടാസ്ക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല, ബിക്കോസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടാസ്ക് ചെയ്യുന്നത് അത്ര വലിയ പരിപാടിയൊന്നും അല്ലല്ലോ, അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ. സോ നിങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ തന്നെ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളൊരു ടാബ് നിങ്ങൾക്ക് കാണാം. ഇവൻറ്റ്സിന് താഴെയായിട്ട് അച്ചീവ്മെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ കാണാം. ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെയിലി ചെക്ക് ഇൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി ചെക്ക് ഇൻ ഉണ്ട്. ദെൻ ഓരോന്നോരോന്നായിട്ട് ഡിസ്കോഡിൻ്റെ ഡെയിലി ഡിസ്കോഡ് GM ഉണ്ട്. ഡെയിലി ഡിസ്കോഡ് GM എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, ഡിസ്കോഡിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡിസ്കോഡിൻ്റെ വേറെയും ടാസ്കുകൾ നമ്മുടെ ഇവൻറ്റ്സിനകത്തുണ്ടായിരുന്നു. സോ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെയും കംപ്ലീറ്റ് ആവുള്ളൂ. സോ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് വരാത്തത്. നെക്സ്റ്റ് ഫോളോ പ്രൈമസ് ആണ്. നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അത് ഫിനിഷ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ അതിനകത്ത് മൂന്നാമതായിട്ട് കിടക്കുന്നത് കണ്ടോ, സൈൻ ഇൻ യൂസിങ് ആൻഡ് റെഫറൽ കോഡ്. കണ്ടോ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. റെഫറൽ കോഡ് കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ റെഫറൽ കോഡ് കൊടുക്കുന്ന സെക്ഷൻ നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു 10 XP കിട്ടുകയില്ല. സോ റെഫറൽ കോഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ അക്കൗണ്ട്സും അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം റെഫറൽ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് നേടാവുന്നതാണ്. അപ്പോൾ അതാ ഇവിടെ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സിൽ തന്നെ മുകളിലായിട്ട് നമുക്ക് കിട്ടിയ പോയിന്റ്സും റെഫറൽസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ കോഡ് കാണാം. ഈ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം മാക്സിമം പോയിന്റ്സ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ ഇവന്റ്സിലെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ പോയിന്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പോയിന്റ്സ് ആണ് ഭാവിയിൽ അവരുടെ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പ് വഴി ചോദിക്കുക. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എയർ ഡ്രോപ്പാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ടാസ്ക് ഓരോന്നോട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.